മണ്ഡല പുനർനിർണയം വരികയാണ്. 2026 മണ്ഡല പുനർനിർണയം നടക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ മണ്ഡല പുനർനിർണയത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കുറഞ്ഞത് 25 വർഷത്തേക്കെങ്കിലും ഈ പുനർനിർണയം നിർത്തിവെക്കണം എന്നാണ് കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ ആവശ്യപ്പെട്ടത്. സ്റ്റാലിൻ മാത്രമല്ല, ഇന്ത്യയിലുടനീളമുള്ള 7 മുഖ്യമന്ത്രിമാരുടെ ഒരു വലിയ യോഗം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്നിരുന്നു. ഇതിന് നേതൃത്വം കൊടുത്തത് സ്റ്റാലിനാണ്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു പടയൊരുക്കം തന്നെയായിട്ട് നമുക്കിതിനെ വിലയിരുത്താം. കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കാനായി പോയിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് RSSന്റെ താക്കീത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മേൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അതിർത്തി നിർണയത്തിൽ ദക്ഷിണേന്ത്യയെ നിങ്ങൾ തഴയരുത് എന്നാണ് RSS ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ കുറയരുത് എന്ന് കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് RSSന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിർത്തി നിർണയത്തെക്കുറിച്ചുള്ള സംസാരം അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച എന്തുകൊണ്ട് ആരംഭിച്ചില്ല എന്ന് ചോദിക്കുന്നു. എന്തായാലും ഭക്ഷണമോ പ്രവിശ്യയോ ഭാഷയോ ഭിന്നിപ്പിക്കാനായി ഉപയോഗിക്കുന്നത് തടയണം എന്നും കേന്ദ്ര സർക്കാരിനോട് ഇപ്പോൾ RSSന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റാലിൻ്റെ ഈ ഒരു യോഗത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പടയൊരുക്കത്തിന് വിഘടനവാദത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് എന്നതായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ RSSന്റെ കൃത്യമായിട്ടുള്ള താക്കീത് വന്നിരിക്കുന്നു. അതായത് ഭക്ഷണമോ പ്രവിശ്യയോ ഭാഷയോ ഒന്നും തന്നെ ഭിന്നിപ്പിക്കാനായി ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയണം, അത് തടയണം എന്നാണ് കൃത്യമായി കേന്ദ്ര സർക്കാരിനോട് RSS പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരുമിച്ച് നടക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ സത്ത എന്നും RSS പറയുന്നുണ്ട്. എന്തായാലും സംഘത്തിൻ്റെ ദേശീയതല യോഗത്തിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളും ഇപ്പോൾ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം തമിഴ്നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. ഇതിനെയും RSS അഡ്രസ്സ് ചെയ്യാൻ മറന്നില്ല. ഒരാൾക്ക് സ്വന്തം മാതൃഭാഷ അറിയണം. നിങ്ങൾ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്, കരിയറിനായി ഇംഗ്ലീഷ് പഠിക്കാം. എല്ലാ ഭാഷകൾക്കും പ്രാധാന്യം നൽകണം എന്നാണ് RSS പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാജ്യത്തുടനീളം ലോക്സഭാ സീറ്റുകളുടെ അതിർത്തി നിർണയത്തെക്കുറിച്ചൊരു ചർച്ച നടക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘവും ചേർന്നു. പുതിയ ഡീലിമിറ്റേഷൻ സമയത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റുകൾ കുറയ്ക്കരുതെന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ പുതിയ ഡീലിമിറ്റേഷൻ ദക്ഷിണേന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ സീറ്റ് കുറയ്ക്കരുതെന്ന് രാഷ്ട്രീയ സ്വയം സേവക് സംഘവും കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തതായാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആഭ്യന്തര തർക്കങ്ങൾ രാജ്യത്തിന് നല്ലതല്ല, എല്ലാവർക്കും നീതി ലഭിക്കണം, സംഘം അതിന് പിന്തുണ നൽകുന്നു എന്നാണ് CR മുകുന്ദ് അഭിപ്രായപ്പെട്ടത്. എന്നിരുന്നാലും ഭാഷാ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ സംഘം പിന്തുണയ്ക്കുന്നതായും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ബംഗളൂരുവിൽ നടന്ന RSS ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ച നടക്കുന്ന കൂട്ടത്തിലാണ് ഈ വിഷയത്തിലും ചർച്ച നടന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാർട്ടികളും നേതാക്കളും ഈ വിഷയത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് സംഘത്തിന്റെ ജോയിന്റ് ജനറൽ സെക്രട്ടറി CR മുകുന്ദ് ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. ഇവർ അതിർത്തി നിർണയത്തെക്കുറിച്ച് ശരിക്കും ഗൗരവമുള്ളവരാണോ അതോ അവർക്ക് എന്തെങ്കിലും മറഞ്ഞിരിക്കുന്ന അജണ്ടയുണ്ടോ എന്നാണ് CR മുകുന്ദ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. യോഗത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിച്ച RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെ വടക്ക് തെക്ക് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ച രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലോക്സഭാ സീറ്റുകളുടെ അതിർത്തി നിർണയവും ഭാഷാ തർക്കവും ഉന്നയിച്ച് ചില ശക്തികൾ ദേശീയ ഐക്യത്തെ വെല്ലുവിളിക്കുകയാണെന്ന് സംഘ് ജോയിന്റ് ജനറൽ സെക്രട്ടറി CR മുകുന്ദ് പറഞ്ഞു. അതിർത്തി നിർണയ വിഷയം ചർച്ച ചെയ്യാൻ ഇപ്പോൾ ഒത്തുകൂടുന്ന എല്ലാവരും അതിർത്തി നിർണയം സംബന്ധിച്ച് ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണമെന്നും സംഘ് ജനറൽ സെക്രട്ടറി അരുൺകുമാർ പറഞ്ഞു. അവർ ഈ വിഷയത്തിൽ ശരിക്കും ഗൗരവമുള്ളവരാണോ, അതായത് അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ തന്നെയാണോ അവരുടെ ചർച്ച, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഘടനവാദ സ്വഭാവമുള്ള എന്തെങ്കിലും ചർച്ചകളാണോ അവരവിടെ നടത്തുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും RSS കേന്ദ്രത്തോട് ചോദിക്കുന്നത്. എന്തായാലും അവർ ചർച്ച ചെയ്യട്ടെ, പക്ഷേ ഈ ചോദ്യം കൂടി ചോദിക്കട്ടെ, അതിർത്തി നിർണയ പ്രക്രിയ ശരിക്കും ആരംഭിച്ചോ എന്നാണ് RSS പറയുന്നത്. അതായത് കേന്ദ്രം അത് ആരംഭിച്ചിട്ട് പോലുമില്ല, അതിനു മുമ്പ് തന്നെ എതിർക്കാനും പിടിക്കാനുമായി ഇവർ ദക്ഷിണേന്ത്യയിൽ നിന്നും രംഗത്തെത്തുകയാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഡീലിമിറ്റേഷൻ ചർച്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലിമിറ്റേഷന് ശേഷവും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ കുറയില്ലെന്നാണ് RSS ജോയിന്റ് ജനറൽ സെക്രട്ടറി CR മുകുന്ദൻ പറഞ്ഞത്. ആഭ്യന്തര തർക്കങ്ങൾ രാജ്യത്ത്
രാജ്യത്തിന് നല്ലതല്ല. എല്ലാവർക്കും നീതി ലഭിക്കണം. അതിനാണ് സംഘം നിലകൊള്ളുന്നത്. ഭാഷാ തർക്കത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ ഭാഷകൾ പഠിക്കേണ്ടുന്ന ആവശ്യങ്ങൾ പല ഘട്ടങ്ങളിൽ ജീവിതങ്ങളിൽ ഉണ്ടാകാം എന്നാണ് RSS പറയുന്നത്. അതുകൊണ്ട് തന്നെ മാതൃഭാഷ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മുടെ മാതൃഭാഷ, അത് അഭിമാനമാണ്. അതിൻ്റെ കൂടെ കരിയറിനായി ഇംഗ്ലീഷും പഠിക്കണം, മറ്റു ഭാഷകൾക്കും പ്രാധാന്യം കൊടുക്കണം എന്നാണ് RSS പറയുന്നത്. എന്തായാലും വെള്ളിയാഴ്ച ബംഗളൂരുവിൽ സംഘത്തിൻ്റെ ദേശീയ തല യോഗം ആരംഭിച്ചു. അതിൽ സംഘവുമായി ബന്ധപ്പെട്ട മറ്റ് 30-ലധികം സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു എന്നും അറിയാനായി സാധിക്കുന്നു. 1400-ലധികം വോളണ്ടിയർമാരും ചേർന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യോഗത്തിൽ BJPയുടെ പ്രസിഡന്റായിട്ടുള്ള JP നദ്ദ പങ്കെടുക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംഘത്തിന്റെ ഇന്റലക്ച്വൽ വിങ് ആയിട്ടുള്ള, അതായത് തീരുമാനമെടുക്കുന്നതിന് കെൽപ്പുള്ള അഖിലേന്ത്യാ പ്രതിനിധി കൗൺസിൽ യോഗത്തിന്റെ 2ാം ദിവസം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും ഉണ്ടായി എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.